നല്ല ഫ്രഷായിട്ടുള്ള മോരും കൂട്ടി ചോറുണ്ണാൻ നല്ല ടേസ്റ്റല്ലേ. പക്ഷേ ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ മോരും കൂട്ടി ഉണ്ണുമ്പോൾ തണുപ്പ് പിടിക്കുമെന്നൊക്കെ ഒരു പേടിയുണ്ടാവും. അതിനുള്ളൊരു പരിഹാരമാണ് മോര് കാച്ചിട്ട് എടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം. കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ സവോള, പച്ചമുളക് എരിവിൻ്റെ പാകത്തിന്, കുറച്ച് തേങ്ങ, കുരുമുളക്, ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. നല്ല ഫ്രഷായിട്ടുള്ള മോര് ഞാൻ എടുത്ത് വെച്ചിട്ട് നല്ല ബട്ടറൊക്കെ നീക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. മൺചട്ടിയിലാണ് ഞാൻ മോര് കാച്ചുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിച്ച് ഒരു ചുമന്ന മുളകും കുറച്ച് പാകത്തിന് കറിവേപ്പില ഇടുക. എന്നിട്ട് ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അതും കൂടിയിട്ട് ചുവന്ന ഉള്ളി നല്ല ചുവന്ന കളർ മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഉള്ളി നല്ല ചുവന്ന് വരുമ്പോഴേക്കും ഇത് അരപ്പ് ചേർത്തു. മിക്സിയുടെ അകം കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ആ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ നമ്മളിതൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷം ആണ് നമ്മൾ മോര് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് ഉരുകി വന്നിട്ട് നമുക്ക് മോര് ആഡ് ചെയ്യാം. അരപ്പ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മോര് ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തിള വരുമ്പോഴത്തേക്ക് നമ്മൾ മോര് ഓഫ് ചെയ്യണം. മോരും തൈരൊന്നും നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോഴേക്ക് ഓഫ് ചെയ്ത് വെക്കുക. നല്ല ടേസ്റ്റിയാണ് ഈ മോര് കാച്ചിയത്. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ മോര് കാച്ചിയത് കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറുണ്ണാം. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്ടിയിലായതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടും അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യേണ്ട കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.